എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? മസാല ദോശയാണ്. മസാല ദോശ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടൊരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താന്ന്. അതെ, ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ. അപ്പം 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഒരു 4 അല്ലി വെളുത്തുള്ളി കേട്ടോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. റോസ്റ്റ് ആവണ്ട, ജസ്റ്റ് കളർ മാറി ഒന്ന് വന്നേച്ചാൽ മതിയേ. അങ്ങനെ ആ ലെവലിൽ വേണം ഞാൻ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ഇടത്തരം തക്കാളിയാണ് കേട്ടോ. വലിയ തക്കാളിയല്ല, 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത് ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. അത് ഏകദേശം ഒന്ന് കളറൊക്കെ മാറി ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് റോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് കുക്കായാൽ മാത്രം മതി. അപ്പം ആ ലെവലിലേക്ക് നമുക്ക് കിട്ടിയാൽ മതി. അന്നെല്ലാം ഒന്ന് വഴണ്ടി വരണം, അത്രേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് വെളുത്തുള്ളി, സവാള, 2 പച്ചമുളക്, 2 മീഡിയം സൈസിലുള്ള തക്കാളി, ഇത്രയെല്ലാം നല്ല എണ്ണയ്ക്കകത്തിട്ട് വറുത്തല്ല വഴറ്റിയെടുക്കുകയാണ്. അപ്പം അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് മിക്സായി വരുമല്ലോ നമ്മുടെ തക്കാളിയിലെല്ലാം ആയിട്ട്. അതൊരു മിനിറ്റോളം ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ചടിയിലൊന്നും പിടിക്കാതെ നമ്മൾ നോക്കണേ. ഇതാണ് നമുക്ക് ടൊമാറ്റോ ചട്നിക്ക് വേണ്ട മെയിൻ ഐറ്റംസ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തേ. അപ്പം അത് അവിടെ തണുക്കട്ടെ. അപ്പം അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശയ്ക്ക് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, സവോള, പച്ചമുളക്, ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അതൊന്ന് ഞാൻ സോട്ട് ചെയ്തെടുക്കണേ. ഇത് മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഞാനീ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കണേ. തീ കുറച്ച് വെക്കണം കേട്ടോ. എൻ്റെ തീ ഇച്ചിരി ഒന്ന് കുറച്ച് കൂടിപ്പോയി, ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊന്ന് വിട്ടുപോയി. തീ ഒന്ന് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ ഉരുളക്കിഴങ്ങ് എടുക്കുന്നത്, ഞാൻ ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തോണ്ട് ഒരു സവാള, നമ്മൾ എത്രയാണ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് അതിൻ്റെ നേർപകുതി ആയിരിക്കണം സവാള എടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതും ജസ്റ്റ് റോസ്റ്റ് ഒന്നും ആവണ്ട, ജസ്റ്റ് കളറെല്ലാം നന്നായിട്ട് മാറി വരണം. പെട്ടെന്ന് സവാള വഴണ്ടി വരാനായിട്ട് അതിനകത്ത് ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ നിറച്ചല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതൊന്നായി വരട്ടെ. അതായി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ. അത് ഞാൻ വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു വലിയ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഓൾറെഡി വെന്തതാണ്, എങ്കിലും നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതൊന്ന് കുക്കാവണമല്ലോ, ഓൾറെഡി വേവിച്ചതാണെന്ന് പറഞ്ഞാൽ മസാലയ്ക്ക് ഒന്നും കൂടെ ഇതാവാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചെടുത്ത ആ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ആയാലും ചേർത്ത് കൊടുക്കാവേ. അതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ഒന്ന് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും സവോളയും എല്ലാം കൂടെ ചേർന്നൊന്ന് മിക്സ് ചെയ്ത് വരണമല്ലോ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിൽ നമുക്കത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. അതായത് മസാല ദോശക്കകത്ത് വെക്കുന്ന ഫില്ലിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതവിടെ നിന്നൊന്ന് വെന്ത് വരണേ. അപ്പം നമ്മളിവിടെ നമ്മുടെ ടൊമാറ്റോ ചട്നിക്ക് ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ട് അത് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തണുത്തപ്പോൾ നമ്മൾ ഈ
കൂട്ടുണ്ടാക്കി വരുമ്പോഴത്തേക്ക് മസാല ദോശക്കകത്തുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് തണുത്തോളും. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും വേണമല്ലോ മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാൻ, ചൂടോട് കൂടി അരയ്ക്കുന്നേക്കാൾ നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ടൊമാറ്റോ ചട്നിക്കുള്ളത് റെസിപ്പീസ് ആദ്യം കാണിച്ചത്. അതിനുശേഷം ഈ നമ്മുടെ മസാല ദോശയുടെ ഫില്ലിങ് ഏകദേശം ആയി വരുന്നുണ്ട്. അതായത് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഒരു ദോശ ചുട്ടെടുത്തു കേട്ടോ. മസാല ദോശ ഒന്ന് ചുട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ടേ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം. ഞാനിവിടെ നെയ്യ് ഉള്ളതുകൊണ്ട് നെയ്യ് ചേർത്തു. ഇവിടെ എല്ലാവർക്കും നെയ്യൊക്കെ ചേർത്തിട്ട് ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ മസാല ദോശയുടെ കൂട്ടി ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്തെടുക്കാവേ. നിങ്ങൾക്കിത് ട്രയാങ്കിൾ ഷേപ്പിലെടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിൻ്റെ ഈ രീതിയിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഫോം. അതിനുശേഷം ഞാൻ മാവുകളെല്ലാം അങ്ങനെ അതുപോലെ ഒഴിച്ച് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ, മസാല ദോശ ആക്കി വേണ്ടി. അപ്പം ചെറിയതായിട്ട് കനം കുറച്ചാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ദോശയാണ് നമ്മൾ കുറച്ച് കട്ടിക്ക് എടുക്കുന്നത്. അപ്പോൾ ദോശ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഫില്ലിങ് വെക്കുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിച്ചതാണ്, ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാനൊന്നും അറിയത്തില്ലാത്ത, അതായത് പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ച് വരുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണേ. ഇഷ്ടമാണല്ലോ മസാല ദോശയും തട്ട് ദോശയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ മസാല ദോശയൊക്കെ. മിക്ക ദിവസവും ഇവിടെ ദോശയുണ്ട്. ദോശ ഇഡ്ഡലി നമ്മുടെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം മസാല ദോശയുടെ കാര്യമാണ് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും അത് കൂട്ടെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്യാരറ്റിൻ്റെ പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ബീട്രൂട്ട് വേവിച്ചതും കൂടി ചേർക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണേ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ഫില്ലിങ്സാണ്. ഞാനൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലാക്കാൻ നോക്കിയതാണ്. അത്ര പെർഫെക്റ്റ് ആയില്ല, എങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തക്കാളി ചട്നിക്ക് ആവശ്യമുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത് വന്നെന്ന് പറഞ്ഞല്ലോ. തണുത്തതിന് ശേഷം ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പാൻ വെച്ച് പാനിനകത്തേക്ക് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചായിരുന്നു കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് വറ്റൽമുളകും കൂടി ഇട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടു. അതുമെല്ലാം പൊട്ടി വന്നപ്പോഴാണ്, അതായത് കടുകിട്ടു, കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു, വറ്റൽമുളക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണേൽ ചെറുതായിട്ട് പരിപ്പൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം കേട്ടോ. ഞാനപ്പോഴത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ടൊമാറ്റോ ചട്നിയുടെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഓൾറെഡി ഉപ്പൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് ഇനി ഉപ്പൊക്കെ കുറച്ചുകൂടെ വേണം എന്നെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ഉപ്പെല്ലാം ചേർത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദോട് കൂടി നല്ല എമ്മി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ മസാല ദോശയുടെ കൂടെ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കറിയാം മിക്ക ആൾക്കാരും ഇത് കഴിച്ചിട്ടുണ്ടെന്ന്, എങ്കിലും ഞാൻ പറഞ്ഞതാണേ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമല്ലോ. അപ്പോൾ എന്നത്തെ പോലെ തന്നെ കൂടുതൽ റെസിപ്പീസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇനിയുള്ള വീഡിയോകളിൽ. നിങ്ങൾക്ക് സജഷൻസ് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങൾ ഇനി വരുത്തണം, കൂടുതൽ എന്തെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കാം. അപ്പോൾ കൂടുതൽ റെസിപ്പീസ്, കൂടുതൽ വിഭവങ്ങൾ, കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ.